സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് SSCRT ക്ലാസ് ആണ്. പുതിയ പാഠപുസ്തകം 8ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. അധ്യായത്തിന്റെ പേര് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അപ്പം നമ്മൾ അധ്യായം പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് മാക്സിമം പ്രയോജനപ്പെടുത്തുവാനായിട്ട് നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. ഇവിടെ ഏറ്റവും ആദ്യം 3 പേര് ഉള്ള ഒരു സംഭാഷണമാണ് തന്നിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലം തോട്ട ഉടമകളുടെ ചൂഷണത്തിനെതിരെ ഈ കഥാപാത്രങ്ങളുടെ ഒരു സംഭാഷണം. അപ്പം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആദ്യം ഇവിടെ എന്താണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത്. ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പൊ പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത് ആരുടെ പുസ്തകമാണ്? ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നുവെന്ന തന്റെ നിരീക്ഷണം ചോർച്ച സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി, അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. അപ്പൊ ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി ദാദാഭായ് നവറോജി അവതരിപ്പിച്ചത് ഏത് പുസ്തകത്തിലാണ് എന്ന് ചോദിച്ചാലോ, പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ചോർച്ച സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയത്തിന് ഇതിലൂടെ സാധിച്ചു. അപ്പൊ നമുക്ക് പഠിക്കേണ്ട പോയിന്റ്സ് ഇതിൽ എന്താണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത്. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിക്കാം. ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയുടെ ചോർച്ച സിദ്ധാന്തം അദ്ദേഹത്തിന്റെ ഇത് പുസ്തകത്തിലാണ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാലോ, പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത്. അപ്പം ഇതിൽ നിന്നുമുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. അടുത്തത് ഇവിടെ ഒരു പോയിന്റ് നോക്കാനുള്ളത്, ബംഗാളി സാഹിത്യകാരനും സാമൂഹിക പരിഷ്കർത്താവുമായ ദിനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന നാടകത്തിലെ ഭാഗം. 3 പേര് സംസാരിക്കുന്നത് പറഞ്ഞല്ലോ, ഏറ്റവും നമ്മൾ കണ്ടല്ലോ. അപ്പൊ അവര് ഈ ഒരു നാടകത്തിലെ ഭാഗമാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കേണ്ട പോയിന്റ്, നീൽ ദർപ്പൺ ആരുടേതാണ്? ദീനബന്ധു മിത്രയുടേതാണ്. അത് നാടകമാണ്. പിന്നെ എന്താണ്? ദീനബന്ധു മിത്ര ബംഗാളി സാഹിത്യകാരനാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത്, ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യത്തിനും കാരണമായി. തൽഫലമായിട്ട് കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. അപ്പം എല്ലാ ഫീൽഡിലുമുള്ള ആൾക്കാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ആരൊക്കെയാണ്? കർഷകര്, കൈവേലക്കാര്, ചെറുകിട കച്ചവടക്കാര്, അതുപോലെ ഗോത്ര വിഭാഗക്കാർ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. അതുപോലെ RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയവരാണ് ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളായിരുന്നു ഇവർ. ഇവര് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളായിരുന്നു. അടുത്തത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കുവാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായിട്ട് തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കുവാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതി സമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായിട്ട് മാറി.
പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി. രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. അപ്പൊ പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരില് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി ആണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് കൊണ്ടുപോകുന്നുവെന്നതിന്റെ നിരീക്ഷണം അദ്ദേഹം ഏത് സിദ്ധാന്തത്തിലൂടെയാണ് അവതരിപ്പിച്ചത്? ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറിയിലൂടെയാണ്. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെ കൃതിയാണ്? ദാദാഭായ് നവറോജിയുടെ കൃതിയാണ്. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന കൃതിയുടെ സാഹിത്യ രൂപം ഏതാണ്? നീൽ ദർപ്പൺ ഒരു നാടകമാണ്. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പഠനം നടത്തിയ പ്രമുഖർ ആരെല്ലാമാണ്? ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ. ഇവർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളായിരുന്നു. മഹാദേവ് ഗോവിന്ദ റാനഡെ, ദാദാഭായ് നവറോജി, RC ദത്ത് എന്നിവർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളായിരുന്നു. സാഹിത്യവും പത്രങ്ങളും ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്ക് വഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവുമൊക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായിട്ട് മാറി. അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇവിടെ പ്രധാന ദേശീയ സാഹിത്യകാരർ ഭാഷ: ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി, ലക്ഷ്മിനാഥ് ബസ് ബറുവ അസാമീസ്, വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി, സുബ്രഹ്മണ്യ ഭാരതി തമിഴ്, ഭാരതേന്ദു ഹരിചന്ദ്ര പ്രേംചന്ദ് എന്നിവർ ഹിന്ദി, അൽതാഫ് ഹുസൈൻ ഹാലെ ഉറുദു, വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം. ഇനി ഇവിടെ നോക്കാം. ബംഗാളി സാഹിത്യകാരനായ ആനന്ദമഠം എന്ന കൃതി രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ബംഗാളി സാഹിത്യകാരൻ ഗോര ഗീതാഞ്ജലി എന്നീ കൃതികൾ രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികളാണ് ഗോര ഗീതാഞ്ജലി എന്നിവ. ഇനി ബംഗാളി സാഹിത്യകാരൻ നീൽ ദർപ്പൺ എന്ന കൃതി രചിച്ചതോ ദീനബന്ധു മിത്ര. ആസാമീസ് സാഹിത്യകാരൻ ജൂൻ ബിരി എന്ന കൃതി രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ലക്ഷ്മിനാഥ് ബസ് ബറുവ. ജൂൻ ബിരി, കൃതിയുടെ പേര് ജൂൻ ബിരി. മറാത്തി സാഹിത്യകാരൻ നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര്? വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ആണ്. മറാത്തി സാഹിത്യകാരനാണ് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ. നിബന്ധമാല രചിച്ചത് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ആണ്. തമിഴ് സാഹിത്യകാരൻ പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് എന്നീ കൃതികൾ രചിച്ചു. ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഇനി ഹിന്ദി സാഹിത്യകാരൻ സത്യ ഹരിചന്ദ്ര എന്ന കൃതി രചിച്ചു. ആരാണ്? ഭാരതേന്ദു ഹരിചന്ദ്ര. കൃതി ഏതാണ്? സത്യ ഹരിചന്ദ്ര. ഹിന്ദി സാഹിത്യകാരനാണ്. ഹിന്ദി സാഹിത്യകാരൻ സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദൻ. ആരാണ്? പ്രേംചന്ദ്. ഉറുദു സാഹിത്യകാരൻ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നീ കൃതികൾ രചിച്ചു. ആരാണ്? അൽതാഫ് ഹുസൈൻ ഹാലി. മലയാളം സാഹിത്യകാരൻ എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നീ കൃതികൾ. ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ.
ഈ കൃതികളും അവ രചിച്ചത് ആര് എന്നതും ഏത് ഭാഷയിലെ സാഹിത്യകാരന്മാരാണ് എന്നതും പ്രത്യേകം നോട്ട് ചെയ്യും. ഇനി ക്ലാസ്സിലോട്ട് പോകുമ്പോൾ, ടെക്സ്റ്റിലോട്ട് പോകുമ്പോൾ, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സംബാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിലെ മിറാദ് ഉൽ അക്ബർ. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്തുവാനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു. ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രധാന പത്രങ്ങൾ ചുവടെ ചേർക്കുന്നു. ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് നോക്കേണ്ടത് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച 2 പത്രങ്ങളാണ് സംവാദ് കൗമുദി, മിറാദ് ഉൽ അക്ബർ. സംവാദ് കൗമുദി ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. മിറാദ് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയിലാണ്. ഇനി ഏതാനും പത്രങ്ങൾ തന്നിരിക്കുന്നു. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷ, അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷ. ദി ഹിന്ദു ഇംഗ്ലീഷ്, ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ്, മാതൃഭൂമി മലയാളം, അൽ അമീൻ മലയാളം. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരായുള്ള പ്രചാരണായുധമായി കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമം. നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൺ പ്രഭുവാണ് നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? സംബാദ് കൗമുദി ബംഗാളി ഭാഷ, അതുപോലെ മിറാദ് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷ. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടാൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു. ഇനി സതി നിർത്തലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു ആര്? രാജാറാം മോഹൻ റോയ്. ആധുനിക വിദ്യാഭ്യാസത്തിനായുള്ള നിരവധി സ്കൂളുകൾ ആരംഭിച്ചു രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു രാജാറാം മോഹൻ റോയ്. ശൈശവ വിവാഹം, ബഹുഭാര്യാത്തം, സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു രാജാറാം മോഹൻ റോയ്. അപ്പൊ രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസും സിംഗിൾ ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാം. ഇനി ജ്യോതിറാവു ഫുലെയെ കുറിച്ചാണ് പറയുന്നത്. മഹാരാഷ്ട്രയിലെ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായിട്ട് പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവു ഫുലെ. ഇവിടെ മഹാരാഷ്ട്ര. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കായിട്ട് സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. വിധവാ വിവാഹം നടപ്പിലാക്കുകയും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായിട്ട് മഹാത്മാ എന്ന് വിളിച്ചത് ആരെയാണ്? ജ്യോതിറാവു ഫുലെയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിബായ് ഫുലെയും ഒപ്പമുണ്ടായിരുന്നു. സാവിത്രിബായ് ഫുലെ നിരവധി പള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയായി. ഇനി പറഞ്ഞിരിക്കുന്നത് പണ്ഡിത രമാബായിയെ കുറിച്ചാണ്. പണ്ഡിത രമാബായി സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു. പണ്ഡിത രമാബായി കർണാടക സ്വദേശിയായ രമാബായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാല അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു.
പണ്ഡിത രമാബായി ശൈശവ വിവാഹങ്ങൾക്കെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാബായി ആണ്. വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദൻ, ആരുടെ? വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദൻ എന്ന അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട്. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അവര് പങ്കെടുത്തു. ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ രാജാറാം മോഹൻ റോയുടെ ജന്മസ്ഥലം എവിടെയാണ്? ബംഗാളിലാണ്. മഹാരാഷ്ട്രയിൽ ജാതി വിവേചനത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചതാരാണ്? ജ്യോതിറാവു ഫുലെയാണ്. പണ്ഡിത രമാബായിക്ക് പണ്ഡിത എന്ന ബഹുമതി ലഭിക്കാൻ കാരണം എന്താണ്? സംസ്കൃത ഭാഷയിലുള്ള അവരുടെ അഗാധമായ പാണ്ഡിത്യം പരിഗണിച്ച് കൊൽക്കത്തയിലെ അധ്യാപകരാണ് പണ്ഡിത എന്ന ബഹുമതി നൽകിയത്. വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായി രമാബായി സ്ഥാപിച്ച 2 സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? വിദ്യാഭ്യാസത്തിനായിട്ട് ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ. ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ. വിധവകൾക്കായി അവർ ആരംഭിച്ച അഭയ കേന്ദ്രമാണ് ശാരദാ സദൻ. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ രമാബായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മുക്തി മിഷൻ. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാനായിട്ട് രമാബായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മുക്തി മിഷൻ. രമാബായി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് പങ്കെടുത്തത്? 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് രമാബായി പങ്കെടുത്തത്. 1889 ബോംബെ സമ്മേളനത്തിൽ. ഇനി ഇന്ത്യയിലെ മറ്റു ചില പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും സ്ഥാപകരെയും പരിചയപ്പെടാം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, സ്ഥാപകം. ഈ ടേബിൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. എല്ലാ പരീക്ഷയും ക്വസ്റ്റ്യൻ ഉണ്ടാവും. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരണി സമാജം വീരേശലിംഗം. സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഹിതകാരണി സമാജം വീരേശലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. ഇനി അടുത്തതായിട്ട് ഗതാഗതവും വാർത്താവിനിമയവും. വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പി തപാലും അവർ ആരംഭിച്ചു. റെയിൽവേ, പോസ്റ്റൽ സംവിധാനം, കമ്പി തപാൽ ആരംഭിച്ചതാരാണ്? ബ്രിട്ടീഷുകാരാണ്. റെയിൽവേ, പോസ്റ്റൽ സംവിധാനം, കമ്പി തപാൽ. ചരക്കു നീക്കം എളുപ്പത്തിലാക്കുവാൻ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുവാനും ആശയവിനിമയം നടത്തുവാനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു. ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയവ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചു. ഇനി രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു.
ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ഇതിന്റെ ഫലമായിട്ട് 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. അവയാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇന്ത്യൻ അസോസിയേഷൻ പ്രവർത്തന കേന്ദ്രം കൽക്കത്തയായിരുന്നു. നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ് മോഹൻ ബോസുമാണ്. സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദ് മോഹൻ ബോസ് എന്നിവരാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം എവിടെയായിരുന്നു? കൽക്കട്ട. അടുത്തത് മദ്രാസ് മഹാജൻ സഭ പ്രവർത്തന കേന്ദ്രം മദ്രാസ്. എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നിവരാണ് നേതൃത്വം നൽകിയത്. അപ്പൊ മദ്രാസ് മഹാജന സഭയ്ക്ക് നേതൃത്വം നൽകിയ 3 പേരാണ് എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ പ്രവർത്തന കേന്ദ്രം ബോംബെ. ഫിറോസ് ഷാ മേത്ത, KT തെലാങ്ക്, ബദ്രുദ്ദീൻ ത്യാബ്ജി എന്നിവരാണ് നേതൃത്വം നൽകിയത്. ഫിറോസ് ഷാ മേത്ത, KT തെലാങ്ക്, ബദ്രുദ്ദീൻ ത്യാബ്ജി. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം ഹ്യൂം ആയിരുന്നു. WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ സംഘടനയ്ക്ക് തുടക്കം കുറിച്ച ചരിത്രപ്രധാനമായ സമ്മേളനത്തെക്കുറിച്ചാണ് മുകളിൽ വിവരിച്ചിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ അസോസിയേഷൻ പ്രവർത്തന കേന്ദ്രം കൽക്കട്ടയാണ്. സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദ് മോഹൻ ബോസ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. മദ്രാസ് മഹാജൻ സഭ പ്രവർത്തന കേന്ദ്രം മദ്രാസ് ആയിരുന്നു. എൻ വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നിവരാണ് നേതൃത്വം നൽകിയത്. ബോംബെ പ്രസിഡൻസി പ്രവർത്തന കേന്ദ്രം ബോംബെ. ഫിറോസ് ഷാ മേത്ത, KT തെലാങ്ക്, ബദ്രുദ്ദീൻ ത്യാബ്ജി എന്നിവരാണ് നേതൃത്വം നൽകിയത്. 1885 ഡിസംബർ 28 ഡേറ്റ് പ്രത്യേകം നോട്ട് ചെയ്യുക. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 72 പേരാണ് പങ്കെടുത്തത്. 72 പേർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? WC ബാനർജിയാണ്. WC ബാനർജി. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ തന്നിരിക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് C. ശങ്കരൻ നായർ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ഇനി കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ: ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക, ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക,
പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക എന്നതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ ത്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, പി ആനന്ദ ചാർലോ, ആർ സി ദത്ത്, ആനന്ദ് മോഹൻ ബോസ് എന്നിവർ. വിഭജനവും ഭിന്നിപ്പിക്കലും. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ട് ശക്തിക്ഷയം ഉണ്ടാക്കും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കുവാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇത് തന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ്. HS റിസ്ലെ, ഈ പേര് നോട്ട് ചെയ്യുക. HS റിസ്ലെ ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ എഴുതിയൊരു ഔദ്യോഗിക കുറിപ്പിലെ വിവരണമാണ് മുകളിൽ വായിച്ചത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു റിസ്ലെ, HS റിസ്ലെ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വ്യത്യസ്തമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണങ്ങൾക്ക് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചത്. ബംഗാൾ വിഭജനം. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും രണ്ടായിട്ട് വിഭജിച്ചു. കിഴക്കൻ ബംഗാളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 ഒക്ടോബർ 16. ബംഗാളിൽ ഉടനീളം ദുഃഖാചരണം നടന്നു. കൊൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ടാണ് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചത്. അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അമർ സോണാർ ബംഗ്ല രവീന്ദ്രനാഥ് ടാഗോർ. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നു. സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടമാണ് സ്വദേശി പ്രസ്ഥാനത്തിലൂടെ ഉണ്ടായത്. സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ സമരരീതി. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ട് നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആരാണ്? ആചാര്യ PC റോയ് ആണ്. ബംഗാൾ കെമിക്കൽ സ്റ്റോർ. രവീന്ദ്രനാഥ് ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ. രവീന്ദ്രനാഥ് ടാഗോർ തുടക്കമിട്ടതാണ് സ്വദേശി സ്റ്റോർ. വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ. വി ചിദംബരം പിള്ള. ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടവയാണ്. അപ്പൊ സ്വദേശി സമരത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടവയാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? സർ സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി സർ സി ശങ്കരൻ നായർ. സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത് ഏത് വർഷമാണ്?
1897 1897 സർ സി ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്? അമരാവതി സമ്മേളനത്തിലാണ്. അമരാവതി സമ്മേളനം 1897. മലയാളിയായ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി സർ സി ശങ്കരൻ നായർ. ബംഗാൾ വിഭജനം നിലവിൽ വന്നതെന്നാണ്? 1905 ഒക്ടോബർ 16. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. ബംഗാൾ കെമിക്കൽ സ്റ്റോർ സ്ഥാപിച്ചത് ആചാര്യ പി സി റോയ്. ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആചാര്യ പി സി റോയ്. സ്വദേശി സ്റ്റോർ രവീന്ദ്രനാഥ് ടാഗോർ. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിക്ക് നേതൃത്വം കൊടുത്തത് വി ചിദംബരം പിള്ള. അടുത്തതായിട്ട് മിതവാദികളും തീവ്ര ദേശീയവാദികളും. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത്. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ. മിതവാദികളിൽ പ്രധാനികൾ ആരെല്ലാമായിരുന്നു? ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ. സമാധാനപരവും രക്തരഹിതവുമായ സമരത്തിലൂടെ യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തമായി. അവർ തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെട്ടു. തീവ്ര ദേശീയവാദികൾ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിൽ പ്രധാനികൾ. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ്. മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിന് രൂക്ഷമായി. സമ്മേളനം തുടർന്നു കൊണ്ടുപോകുക പോലും അസാധ്യമായി. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. സൂററ്റ് പിളർപ്പ് നടന്നത് 1907. കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായിട്ട് മുതലെടുത്തു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ഇത് നമുക്കിടെ ലെഫ്റ്റ് സൈഡിലും സ്വദേശി സമിതികളെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. സ്വദേശി സമിതികൾ. അശ്വിനി കുമാർ ദത്ത്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത് ആരാണ്? അശ്വിനി കുമാർ സിംഗ് ആണ് സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത്. സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യം. സ്വദേശി സമിതികൾ അശ്വിനി കുമാർ ദത്ത്, സ്വദേശി ബാന്ധവ് സമിതി എന്നിവ ഓർക്കാം. ഇനി സർവ് ഇന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണം. അഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും 1906 സർവ് ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു. സർവ് ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം 1906. 1909 നടപ്പിലാക്കിയ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ളതായിരുന്നു. ജനരോക്ഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുകയുണ്ടായി. 1909 നടപ്പിലാക്കിയ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ളതായിരുന്നു. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവ.
മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവ. ലാൽ പാൽ ബാൽ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ. ഇവർ ലാൽ ബാൽ പാൽ എന്ന് അറിയപ്പെടുന്നു. അടുത്തത് ഹോം റൂൾ ലീഗ്. ഹോം റൂൾ ലീഗ് ആനി ബസന്റ് 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലത്ത്, ഒന്നാം ലോക യുദ്ധം 1914, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ഹോം റൂൾ അഥവാ സ്വയം ഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. ഹോം റൂൾ ലീഗിന്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൊൽക്കത്ത സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. 1917 കൊൽക്കത്ത സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? ആനി ബസന്റ് ആണ്. 1917 കൊൽക്കത്ത സമ്മേളനം. ക്വസ്റ്റ്യൻസ് നോക്കാം. ലാൽ പാൽ ബാൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണമായിട്ടുള്ള സംഭവങ്ങൾ ഏതൊക്കെയാണ്? ബംഗാൾ വിഭജനവും മിന്റോ മോർലി പരിഷ്കാരങ്ങളുമാണ്. ബംഗാൾ വിഭജനം, മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യത്തെ വനിത ആരായിരുന്നു? ആനി ബസന്റ്. ഇനി ഐക്യത്തിന്റെ ലക്നൗ. 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്ര ദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. ലക്നൗ സമ്മേളനം. പോയിന്റ്സ് നോട്ട് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളെ ശ്രദ്ധേയമായി. മിതവാദികളും തീവ്ര ദേശീയവാദികളും ഐക്യപ്പെടാൻ, അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര രീതികളിൽ നിന്നും വ്യത്യസ്തമായി ചില രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിന്റെ മാർഗം അവലംബിച്ചു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്നവർ വിശ്വസിച്ചു. അവയിൽ ചിലതാണ് പട്ടികയിൽ നൽകിയിട്ടുള്ളത്. അനുശീലൻ സമിതി. ബംഗാളില് സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. ഭാരത് മാതാ അസോസിയേഷൻ. മദ്രാസില് നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. യുഗാന്തർ പാർട്ടി. ബംഗാളില് റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. ഗദർ പാർട്ടി. അമേരിക്കയില് ലാലാ ഹർദയാലാണ് നേതൃത്വം നൽകിയത്. ഈ ബോക്സിൽ നൽകിയിരിക്കുന്നതെല്ലാം പ്രത്യേകം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കാം. ഇനി ഇത്രയുമാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ്. അനുശീലൻ സമിതിയുടെ പ്രവർത്തനം എവിടെയായിരുന്നു? ആരായിരുന്നു നേതൃത്വം നൽകിയത്? അനുശീലൻ സമിതി ബംഗാളില് സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷുമാണ് നേതൃത്വം നൽകിയത്. ഇനി ഭാരത് മാതാ അസോസിയേഷൻ പ്രവർത്തിച്ചിരുന്ന സ്ഥലം ഏതാണ്? എവിടെയാണ്? മദ്രാസിലാണ്. നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരാണ് ഭാരത് മാതാ അസോസിയേഷൻ. യുഗാന്തർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരെല്ലാമായിരുന്നു? റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ് എന്നിവരായിരുന്നു യുഗാന്തർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ. റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. ഗദർ പാർട്ടി എവിടെയാണ് സ്ഥാപിച്ചത്? അതിന് നേതൃത്വം നൽകിയവർ ആരെല്ലാമാണ്? ഗദർ പാർട്ടി അമേരിക്കയിലാണ്. ഗദർ പാർട്ടി അമേരിക്ക. നേതൃത്വം നൽകിയത് ലാലാ ഹർദയാൽ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ പഠിക്കാനായിട്ടുള്ളത്.
ഈ ക്വസ്റ്റ്യൻസ് ഒരു 2 തവണയെങ്കിലും ഈ പാഠഭാഗം ഒരു 2 തവണയെങ്കിലും വായിച്ചിരിക്കുവാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് ഈ അധ്യായങ്ങൾ വായിച്ചിരിക്കുന്നത് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ ഈ അധ്യായം നല്ലോണം പഠിക്കുക. ക്വസ്റ്റ്യൻസ് നോട്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് റിവിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഈ ഒരു ക്ലാസ് എടുക്കുന്നതിന് ഒരുപാട് നമുക്ക് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും റെസ്പോൺസും എല്ലാം ആവശ്യമാണ്. നിങ്ങളുടെ റെസ്പോൺസാണ് ഇതുപോലുള്ള ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്